എന്താ നീ തെളിയിക്കാൻ ശ്രമിക്കുന്നത്? പോലീസിന്റെ സഹായമില്ലാതെ ഗോപാലിനെ നിനക്ക് തറ പറ്റിക്കാവുന്നോ? അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ കുഴപ്പം? എനിക്ക് എന്റെ അച്ഛനെ കൊന്നവരോട് പ്രതികാരം ചെയ്യണം. ചേച്ചിയുടെ വഴിക്കൊന്നും നടക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാ ഞാൻ എന്റേതായ വഴി തിരഞ്ഞെടുത്തേ. നിന്റെ വഴി ഇന്ന് നിന്നെ ജയിലിൽ എത്തിക്കേണ്ടത്. ഇന്ന് നീ പിടിക്കപ്പെടാതെ പോയത് നിന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാ. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അച്ഛന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ കരുതിക്കോളാം. നീ നടത്തുന്ന മോഷണത്തിന് അച്ഛൻ അനുഗ്രഹം തരുമെന്നാണോ നീ കരുതുന്നത്? ഞാൻ ഒരു രൂപ പോലും മോഷ്ടിച്ചിട്ടില്ല. ന്യായമല്ലാത്ത വഴികളിലൂടെ ഗോപാലൻ ഉണ്ടാക്കിയ കാശ് നശിപ്പിക്കുക ചെയ്ത്. നീ അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് എനിക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ? ഡിപ്പാർട്ട്മെന്റിലുള്ളവരെല്ലാം ഞാനും കൂടി അറിഞ്ഞുകൊണ്ട് നീ കാശ് കത്തിച്ചെന്നാ വിശ്വസിക്കുന്നത്. അവരെല്ലാവരും എന്നെ ഒരു കുറ്റക്കാരിയായിട്ടാ കാണുന്നത്. എന്തായാലും അവരങ്ങനെയല്ലേ കരുതുന്നേ? എന്നാ പിന്നെ ചേച്ചിക്ക് ശരിക്കും എന്നോട് നിന്നൂടെ? അങ്ങനെ സംഭവിക്കുമെന്ന് നീ ഒരിക്കലും കരുതണ്ട. ദേ, ഇനി നീ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നീ കരുതണ്ട. ഇത്തവണ ചേച്ചി വെറുതെ ഇരുന്നതല്ലോ. എന്നെ പിടിക്കാനാവുന്നത് ശ്രമിച്ചതല്ലേ? എന്നിട്ടത് സാധിച്ചോ? അതാ ഞാൻ പറഞ്ഞത്, അച്ഛന്റെ അനുഗ്രഹം എന്റെ കൂടെ ഉണ്ടെന്ന്. മഹിമേ, നീ ചെയ്യുന്നത് എത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചു തരാൻ പറ്റുന്നില്ല. ചേച്ചി ഇങ്ങനെ ബാക്കിയുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കാതെ സ്വന്തം കാര്യത്തെക്കുറിച്ച് ചിന്തിക്ക്. ചേച്ചി ഇപ്പോഴും ഗിരിയേട്ടന്റെ കൂടെ കുടുംബം നടത്തുന്നത് അച്ഛന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും തോന്നുന്നുണ്ടോ? ഇപ്പോഴും ഗിരിയേട്ടനെയോ ഗോപാലനെയോ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കവും ചേച്ചി നടത്തുന്നില്ല. അതിന് തെളിവുകളോ സാക്ഷികളോ ഒന്നുമില്ല. ഇതൊക്കെ ഞാൻ കുറെയായി കേൾക്കാൻ തുടങ്ങിയിട്ട്. അച്ഛനെ കൊന്നവര് സന്തോഷമായിട്ട് കൺമുന്നിൽ ജീവിക്കുന്ന കണ്ട് സഹിക്കാൻ പറ്റാതെയാ ഞാൻ ഈ പാത തിരഞ്ഞെടുത്തേ.